അപ്പോൾ ദേ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വെച്ചോട്ടെ. നമ്മുടെ ഓണൊക്കെ വരാറായി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ദേ 1 കപ്പ് വെള്ളത്തിലേക്ക് ശർക്കര ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ 2 കപ്പ് പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്ത് 6 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഏലക്കായും അതുപോലെ ശർക്കരപ്പാനിയും 3 പാളയംകോടൻ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊരു 8 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അങ്ങനെ ദേ 8 മണിക്കൂറിന് ശേഷം ഇനി ഈ മാവിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും അതുപോലെ തന്നെ എള്ളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം നെയ്യിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അതിനുശേഷം ഇത് ദേ ഈ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്.